ഭരണം മാറിയതോടെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നു എന്ന പരാതിയാണ് NGO യൂണിയൻ ഉന്നയിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ വലിയ രീതിയിലുള്ള സ്ഥലം മാറ്റത്തിന് വിധേയമാക്കുന്നു. 500-ലധികം പേരെ ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്ന ആക്ഷേപം കൂടി NGO യൂണിയൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെ അവർ സമരം ആരംഭിക്കുകയാണ്. ഇതിനൊക്കെ പിന്നിൽ NGO അസോസിയേഷൻ്റെ നേതാക്കളാണ്. അവർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഈ സ്ഥലം മാറ്റം നടത്തുന്നത് എന്നാണ് NGO യൂണിയൻ്റെ ആക്ഷേപം. NGO അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. NGO അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് KV മഹേഷ് ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണികൃഷ്ണനുണ്ട്. ഇവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് ഇപ്പോൾ NGO അസോസിയേഷനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ് NGO യൂണിയൻ. നിങ്ങൾ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് ജീവനക്കാരെ ഒരു മാനദണ്ഡവുമില്ലാതെ സ്ഥലം മാറ്റുകയാണ് എന്ന ഒരു ആക്ഷേപമാണ് NGO യൂണിയൻ്റെ ഭാഗത്തു നിന്നുമുണ്ടത്. എന്താണ് വിശദീകരണം? ഭരണപരമായ സൗകര്യാർത്ഥനം കാലാകാലങ്ങളിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഓഫീസ് തലത്തിലും ഔദ്യോഗിക തലത്തിലുമൊക്കെ മാറ്റങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും, അത് വിധവകളെന്നോ വികലാംഗരെന്നോ അസുഖബാധിതരെന്നോ ഒന്നും നോക്കാതെയാണ് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയത്. പക്ഷേ NGO അസോസിയേഷൻ ആ തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളൊന്നും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇനി അങ്ങനെയുള്ള സ്ഥലമാറ്റങ്ങൾ നടത്തുന്നതിനും NGO അസോസിയേഷൻ പ്രസ്ഥാനം എതിരാണ്. പക്ഷേ ഭരണപരമായ സൗകര്യാർത്ഥം സ്ഥലമാറ്റങ്ങൾ ജില്ലയിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജനറൽ ട്രാൻസ്ഫറിൻ്റെ സമയമാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനറൽ ട്രാൻസ്ഫർ മെയ് മാസം നടന്നില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിലക്കുകൾ, ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുന്ന വിലക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനറൽ ട്രാൻസ്ഫർ നടന്നു കൊടുക്കുകയാണ്. ആരോഗ്യവകുപ്പിലൊക്കെ ജനറൽ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും NGO അസോസിയേഷൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ 10 വർഷക്കാലമായി ദൂരെ ദിക്കുകളിൽ ജോലി ചെയ്യുന്ന തീർത്ഥഹള്ളി ഉൾപ്പെടെ പല മലയോര മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ആളുകൾ 10-70 കിലോമീറ്ററുകൾ ജോലി ചെയ്താണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ ചിലപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഭരണമാറ്റത്തിൻ്റെ പരമായി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ട്രാൻസ്ഫറുകളാണ് നടന്നത്. അല്ലാണ്ട് ആദ്യം രാഷ്ട്രീയ പ്രേരിതമായ ഒരു സ്ഥലം മാറ്റങ്ങൾ NGO അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. NGO അസോസിയേഷൻ അത്തരത്തിലൊരു കത്തും കൊടുത്തിട്ടില്ല. ഇല്ല, അങ്ങനെ NGO അസോസിയേഷൻ അങ്ങനെ ആരെയും സ്ഥലം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തും കൊടുത്തില്ല. പക്ഷേ ഭരണപരമായ സൗകര്യങ്ങൾ എല്ലാ കലാകാലങ്ങളിൽ ഇപ്പം 10 വർഷം മുമ്പും കഴിഞ്ഞ 10 വർഷക്കാലം നിരന്തരം ഭരണമാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളുണ്ടായി. അത്തരം സ്ഥലമാറ്റങ്ങൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷം NGO അസോസിയേഷൻ്റെ നേതാക്കൾക്ക്, അതിൻ്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ പ്രസിഡന്റിനെ തന്നെ വലിയ രീതിയിലുള്ള ദൂരത്തേക്ക് തട്ടിയ കഥയൊക്കെ കേട്ടിരുന്നു. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വില്ലേജ് ഓഫീസർ പ്രൊമോഷനായി അപ്പോൾ എന്നെ ഇവിടെ നിന്ന് 3 ബസ്സുകൾ മാറിക്കൊണ്ട്, കളിപ്പറമ്പിലാണ് ഞാൻ താമസം, അവിടെ നിന്ന് 3 ബസ്സുകൾ മാറിക്കൊണ്ടുള്ള കല്യാട് എന്ന പ്രദേശത്ത്, അവിടെ നിന്ന് നിങ്ങൾക്കറിയാം ബ്ലാത്തൂർ പോലുള്ള പ്രദേശത്ത് ബസ് സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്താണ് എന്നെ മാറ്റിയത്. അങ്ങനെ 3-3.5 വർഷം അവിടുത്തെ ജോലി ചെയ്യുകയും അതിനുശേഷം ഞാൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജില്ലാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും അതിന് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും എനിക്ക് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ട്രാൻസ്ഫർ തരികയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ എല്ലാ സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാർക്കൊക്കെ ഭരണപരമായ സൗകര്യാർത്ഥം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അവരുടെ സ്പെഷ്യൽ ഓഫീസറൊക്കെ ട്രാൻസ്ഫർ നൽകി. എനിക്ക് തന്നില്ല. എന്നെ പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ HRMസിൻ്റെ ഭാഗമായി എന്നെ ട്രാൻസ്ഫർ ചെയ്ത് അതെനിക്ക് കിട്ടാനുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കൊളച്ചേരി വില്ലേജിലാണ് കഴിഞ്ഞ ഞാൻ 3-3.5 വർഷക്കാലം വില്ലേജ് ഓഫീസർ എന്ന പോസ്റ്റാണ് ജോലി ചെയ്തത്. എന്തായാലും ഇതിൽ NGO യൂണിയൻ NGO അസോസിയേഷനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് ശരിയല്ല എന്നതാണ് നിങ്ങളുടെ വാദം. അതെ, അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവന മാത്രമാണത്. NGO അസോസിയേഷൻ അങ്ങനെ ആരെയും എല്ലാ പരിഗണനയും നൽകി അത് അപ്പീൽ കമ്മിറ്റി പരിശോധിച്ച് അതിൻ്റെ ഔദ്യോഗിക തലത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ സ്ഥലമാറ്റം ഉത്തരവിറങ്ങിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയുണ്ട്. NGO അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. സംസ്ഥാന തലത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫറൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു സ്ഥലം മാറ്റം എന്നാണ് NGO യൂണിയൻ്റെ ഒരു ആക്ഷേപമായി വരുന്നത്. അതായത് നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പരിഗണനയും ഇല്ലാതെ രോഗികളെയും മറ്റും ഇങ്ങനെ 80-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് രാഷ്ട്രീയം നോക്കി തട്ടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിൽ അംഗത്വം എടുത്താൽ ഇവിടെ നൽകാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നതെന്നാണ് NGO യൂണിയൻ്റെ ഒരു ആക്ഷേപമായി വരുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ്. പറയാൻ കാരണം വെച്ചാൽ മുൻകാലങ്ങളൊക്കെ 5 വർഷം കൂടുമ്പം ഇവിടെ ഭരണമാറ്റം സംഭവിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ പ്രാവശ്യം തുടർഭരണം വന്നതിന് ശേഷം
സംഘടനാപരമായ യാതൊരു മാനദണ്ഡവും ഒരു മര്യാദയും കാണിക്കാതെയാണ് NGO-വിന് പെരുമാറിയിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ സംഘടനാ നേതാക്കന്മാർക്കൊക്കെ തന്നെ ഈ കണ്ണൂർ കലക്ടറേറ്റിലും അതുപോലെയൊക്കെ ഒരു സംഘടനാ മര്യാദ വെച്ച് അവർക്കൊക്കെ അതിന് പരിഗണന നൽകിയിരുന്നു. അത് തികച്ചും അട്ടിമറിച്ചുകൊണ്ട് രോഗികളെന്നോ വികലാംഗരെന്നോ സ്ത്രീകളെന്നോ നോക്കാതെ വളരെ ദൂരത്തേക്ക് സ്ഥലം മാറ്റി അവരെ അങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിലടക്കം വളരെ ദൂരത്ത് വർക്ക് ചെയ്യുന്നവരെ ഈ ഓർഡർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റാരോടും ഒരു അത്തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയുടെ അംഗങ്ങളായ അവരുടെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായും സംഘടനാ താല്പര്യം അത് കഴിഞ്ഞ 10 വർഷം നമ്മൾ നമ്മുടെ സഹപ്രവർത്തകർ അനുഭവിച്ച എല്ലാ ഇതിലും നമുക്ക് അവർക്ക് തികച്ചും ഒരു അനുഭവപൂർണ്ണമായ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് വേറെ യാതൊരു തരത്തിലുള്ള ഇതും ഇത് ചെയ്തിട്ടില്ല എന്നാണ് പറയാനുള്ളത്. സ്വാഭാവികമായ ഒരു നടപടി, അതായത് UDF ഭരിക്കുന്ന സമയത്ത് അതിനുശേഷം LDF ഭരണം വന്നു. ആ സമയത്ത് ഉണ്ടായത് രീതിയിലുള്ള ഒരു സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രം. തീർച്ചയായും നമുക്ക് ഈ ഭരണമാറ്റം വരുമ്പോൾ സ്വാഭാവികമായും താക്കോൽ സ്ഥാനങ്ങളിലും അതുപോലുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഭരണാനുകൂല സംഘടനാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിയമിക്കുക സാധാരണമാണ് ചെയ്യുന്നതാണ്. അതിൽ കവിഞ്ഞ് വേറെ യാതൊരു രീതിയിലുള്ള ഒന്നും ഇതില്ല. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഈ NGO-വിനെ ഉന്നയിക്കുന്നത്. എന്തായാലും NGO യൂണിയനെ പൂർണ്ണമായും തള്ളുകയാണ് NGO അസോസിയേഷൻ്റെ നേതാക്കൾ. ഈ രീതിയിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ 10 വർഷം ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. ശരിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇടതുപക്ഷ ഭരണകാലത്ത് അവരുടെ ആളുകൾ ഒരേ സീറ്റുകളിൽ, അതായത് 10 വർഷത്തിലധികമായി ഒരേ സീറ്റുകളിൽ ഇരുന്ന് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ദൂരസ്ഥലങ്ങളിലേക്ക് മറ്റൊരു മാനദണ്ഡവുമില്ലാതെ പല സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റുകയുണ്ടായി. അങ്ങനെയുള്ള പ്രവർത്തകന്മാർ വളരെ പ്രയാസം അനുഭവിച്ചായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഇത് അനുഭവിച്ചത്. തികച്ചും ഞങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഞങ്ങളുടേതായ ഭരണപരമായ മാറ്റങ്ങൾ, ഭരണപരമായ സീറ്റുകളിൽ മാത്രം, അങ്ങനെ ഒരു ഭരണകക്ഷി ഒരു ഭരണം മാറിയത് കൊണ്ട് തീർച്ചയായും മറ്റൊരു ഭരണപരമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത്തരം സീറ്റുകളിൽ മാറിയേ മതിയാകും. കാരണം തികച്ചും 10 വർഷക്കാലത്തിലേറെയായി ഇരിക്കുന്ന ആളുകൾ അവിടെ അവരുടേതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഞങ്ങളുടേതായ അസോസിയേഷനിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അത്തരം സീറ്റുകളിലേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അനുവദിക്കുന്നോ സാധിച്ചില്ല. അതിനെതിരെ മാത്രമാണ് അതിനെതിരെയുള്ള ഒരു ട്രാൻസ്ഫർ മാത്രമേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. മറ്റ് രോഗികളെയോ വികലാംഗരെയോ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളെ ആരെയും തന്നെ NGO അസോസിയേഷൻ ഇടപെട്ട് സ്ഥലം മാറ്റിയിട്ടില്ല എന്നും, കൂടാതെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ അതിനകത്ത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾക്ക് വല്ല വിഷമവും ഉണ്ടെങ്കിൽ അത് സ്ഥാപന മേധാവികൾ മുഖേന അപേക്ഷ നൽകുകയും അത്തരം ട്രാൻസ്ഫർ വീണ്ടും പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും NGO അസോസിയേഷൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. അല്ലാതെ മറ്റു അടിസ്ഥാനരഹിതമായ NGO യൂണിയൻ പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തികച്ചും അസോസിയേഷൻ നിഷേധിക്കുകയാണ്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി അംഗം, NGO അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അശിംബു ആണ് നമ്മോട് സംസാരിച്ചത്. എന്തായാലും NGO അസോസിയേഷൻ്റെ നേതാക്കളെല്ലാം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഭരണപരമായ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, അത് ആരോഗ്യ വകുപ്പിലായാലും മറ്റ് എവിടെയായാലും ഭരണപരമായ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള ഒരു സ്ഥലം മാറ്റം എന്നുള്ളതാണ്. അത് കാലാകാലങ്ങളായി ഭരണം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക നടപടി, അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം വലിയ രീതിയിൽ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരിതം തങ്ങളുടെ പ്രവർത്തകർ എന്ന ഒറ്റ കാരണത്താൽ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മാറ്റി നിയമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവിക നടപടി എന്തായാലും ഉണ്ടാകും. ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് NGO അസോസിയേഷൻ്റെ തീരുമാനവും. അതിനെ രാഷ്ട്രീയമായി ഏതെങ്കിലും രീതിയിൽ NGO യൂണിയൻ അതിനെ രാഷ്ട്രീയമായി പറയുന്നുണ്ടെങ്കിൽ അത് തങ്ങൾ നേരിടാം എന്ന് തന്നെയാണ് NGO അസോസിയേഷൻ്റെ നേതാക്കളുടെയും. പക്ഷേ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു തീരുമാനം ഇതിൻ്റെ ഭാഗമായി തങ്ങൾ എടുക്കില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.